നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയിൽ ഇന്ദിരാമ്മയെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തനും അച്യുതനും ഒക്കെ. പക്ഷെ ഇന്ദിരാമ്മ ശപഥം ചെയ്തു കഴിഞ്ഞു. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും സാരമില്ല, ഇനി ഇവിടുന്ന് ഞാൻ പച്ചവെള്ളം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ? അമ്മ വാശി പിടിക്കാതെ ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരം വീണു പോന്ന് പറഞ്ഞു. ശരീരം വീണു പോട്ടെ, ഞാൻ മരിക്കുന്ന നല്ലത്. എന്റെ മോളെ കൊല്ലാൻ നോക്കിയ ആൾക്കാരൊക്കെ കുടുംബത്തിലുള്ളത്. നാളെ എനിക്കും വിഷം കലർത്തി തരുമെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനന്ത പറഞ്ഞു, എന്തൊക്കെ അമ്മയെ പറയണേ? എടാ, ഞാൻ വിശ്വസിച്ച് ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ആഹാരം കഴിക്കും? നിങ്ങളൊക്കെയല്ലേ ആൾക്കാര്, ചിലപ്പോ എന്തിനും ഏതിനും മടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അമ്മ ഇങ്ങനൊന്നും പറയരുതെന്ന് പറയണ. എടാ, പറയരുന്ന് പറയുന്നുണ്ട്. നീ നിന്റെ മകനൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടി വെക്കുന്നേ? അല്ല, നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അയ്യോ അമ്മേ, എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞോണ്ട് തലയൂരുവാണ്. ആ സമയത്ത് ഇന്ദിരാമ്മ പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെയൊക്കെ. നിങ്ങളത് ഇതിലപ്പുറത്തും ചെയ്യുമെന്ന് എനിക്കറിയാം. ഗോമതിയെ കൊന്നിട്ട് ഈ വീടും സ്ഥലമൊക്കെ സ്വന്തമാക്കാനില്ലായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അമ്മ എന്താ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു. എനിക്കറിയാടാ, കൂടുതലൊന്നും പറയണ്ട. ഗോമതി ഇല്ലാതാകുവാണെങ്കിൽ ഈ വീട് സ്ഥലമൊക്കെ നിനക്കൊക്കെ സ്വന്തമാവുമല്ലോ. ഗോമതിയുടെ പേരിലല്ലേ ഇതെല്ലാം കിടക്കുന്നത്. അപ്പം ഇരുചെവറി അറിയാതെ ഗോമതി തീർക്കാനായിരുന്നല്ലോ നിന്റെയൊക്കെ ഉദ്ദേശം. അതെന്താണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യ ഇത് കേട്ടു. സുകന്യ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഗോമതി ചേച്ചിയുടെ പേരിലോ? ഒന്നും അവിടെ മനസ്സിലാവുന്നില്ലോ. ആകപ്പാടെ ഒരു അന്താളിപ്പ് സുകന്യക്ക്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഒരു കാരണവശാലും നടക്കില്ല. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ലടാ. അങ്ങനെ എന്തേലും സംഭവിക്കുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിന് ബാക്കി എല്ലാവരോടും ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് പറയും. അതും പറഞ്ഞ് ഇന്ദിരാമ്മ അങ്ങോട്ട് കയറിപ്പോയി. അനന്തരം അച്യുതനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരും വല്ലാത്ത ടെൻഷനിലായിപ്പോയി. അവരും അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്താണ് രാജശ്രീ പുറത്തേക്ക് നോക്കുമ്പോൾ സുകന്യ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം രാജശ്രീ ഞെട്ടിപ്പോയി. രാജശ്രീ പെട്ടെന്ന് സുകന്യയുടെ അടുത്തേക്ക് വന്നു. സുകന്യ, നീ ഇതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. അല്ല, അത് പിന്നെ ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് പലതും കേട്ടു. ഇനി എന്തേലുമൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ടോന്ന് ചോദിച്ചു. അല്ല, അത് സുകന്യ, നീ ഒരു കാര്യം ചെയ്യ, വാ മുറിയിലേക്ക് വാ, നമുക്ക് മുറി പോയിരുന്ന് സംസാരിക്കാം. അതും പറഞ്ഞ് സുകന്യയെ കൈ പിടിച്ചോണ്ട് രാജശ്രീ മുറിയിലേക്ക് ഉണ്ടായി. ആ സമയം സുകന്യ ചോദിച്ചു, എന്തൊക്കെയാ ചേച്ചി കേൾക്കണേ? അപ്പൊ ഈ വീട് സ്ഥലമൊക്കെ നിങ്ങളുടെ ആരുടെയും പേരിലല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം രാജശ്രീ പറഞ്ഞു, അത് പിന്നെ സത്യം പറ, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു പറഞ്ഞു. അതെ, നീ ആരോടും ചെന്ന് പറയരുത്. ഇത് ആ ഗോമതിയോടോ അല്ലെങ്കിൽ ബാലിനോടോ മക്കളോടോ ആരോടും ചെന്ന് പറയൂന്ന് ചോദിച്ചു. ഞാൻ ആരോടും എന്ന് പറയാനായിട്ടാ? ചേച്ചി ധൈര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറ. അത് പിന്നെ ഗോമതിയുടെ പേരില ഈ വീടും ഇതിന്റെ ചുറ്റുമുള്ള പുരയിടവും കിടക്കണേന്ന് പറഞ്ഞു. ഗോമതി ചേച്ചിയുടെ പേരിലോ? അതേന്നേ. എന്ത് ചെയ്യാനാ, അച്യുതേട്ടന്റെ അച്ഛൻ എഴുതി വെച്ചിട്ട് പോയതാ അങ്ങനെ ഒരു പിൽപത്രം. എങ്ങനെയെങ്കിലും ഗോമതിയുടെ പേരിൽ നിന്ന് അത് അലോകിന്റെ പേരിലേക്ക് മാറ്റാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതുകൊണ്ടാണ് അലോകിനെ കൊണ്ട് അനുസരിച്ച് കല്യാണം കഴിപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരുമ്പിട്ടിറങ്ങിയതല്ലേ? അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, നിനക്കതൊക്കെ പറയാം. എങ്ങാനും ഗോമതിയൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേവമംഗലത്ത് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അത് മതി, ഞങ്ങളെ എല്ലാവരെയും വന്ന് ഇറക്കി വിടുവിടുന്ന്. പിന്നെ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും. ഇത് കൊള്ളാലോ, ഇതൊരു പുതിയ കഥയാണല്ലോ. എന്നിട്ട് ചേച്ചി എന്നോട് ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ പറയാനൊരു സാഹചര്യം ഒത്തു വന്നില്ല. ഞങ്ങൾ പോലും അധികം നാളായില്ല ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട്. ഓ, അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലേ ആ ലോക് ഗോമതി ചേച്ചിയെ കൊല്ലാനായിട്ട് ഇറങ്ങിയത്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, അതിന് അവൻ ആരെയും കൊല്ലാനായിട്ടൊന്നും ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. ഇനി അത് പറഞ്ഞാ മതി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അടുത്ത് വേണോ ഈ കള്ളത്തരമൊക്കെ? ഒടിയന്റെ അടുത്ത് വേല ഇറക്കാൻ വരില്ല. ചേച്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. സുകന്യ, ദൈവത്തെ ഓർത്ത് നീ ആരോടും പോയത് പറയരുത്. തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ അതിന്റെ നന്ദിയും കടപ്പാടും ചേച്ചിക്ക് എന്നോടും വേണം, അറിയാലോ. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ? അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് ഇത് പോയി പറയരുത്. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനും പറഞ്ഞിട്ടില്ലോ. അങ്ങനെ തന്നെ വേണമെന്നൊക്കെ സുകന്യയും പറഞ്ഞു. സുകന്യ പിന്നീട് ദേവമംഗലത്തേക്ക് വരിക. ആ സമയത്ത് ബാലനും ശ്രീദേവിക്ക് ആഹാരം കഴിക്കാണ്ടിരിക്കണം. ഗോമതി വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്ക് സുകന്യ വന്നിട്ട് ചോദിച്ചു, അല്ല ഗോമതി ചേച്ചി ആഹാരം കഴിക്കണില്ലേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്, ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടേ പിടിച്ചെടുത്തോണം.
ബാലേട്ടൻ്റെ അടുത്തിരുന്ന് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാനതിന് ബാലേട്ടൻ്റെ അടുത്തിരുന്നല്ലോ ആഹാരം കഴിക്കാറ്. ഞാനും മീനാക്ഷി മിത്ര ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നാ കഴിക്കാറ്. അതെ, അത് വേണ്ട. ചേച്ചി ആരാ ഇവിടുത്തെ? ഈ വീട്ടിലെ ഗൃഹനാഥയല്ലേ? അപ്പൊ നിങ്ങൾ ഒരുമിച്ചിരുന്ന് വേണം ആഹാരം കഴിക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അല്ല സുകന്യെ, ഒന്നും വേണ്ട, ചേച്ചി അവിടെ ഇരിക്കുക, ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ വിളമ്പി കൊടുക്കുകയാണ്. അതേ സമയത്ത് മീനാക്ഷിയും ഇത്രയും വരുന്നേ അവർ അന്താളിപ്പോടെ നോക്കുകയാണ്. ഇന്നലെ വരെ തിരിഞ്ഞു നോക്കാത്ത ആളാ, പെട്ടെന്നൊരു സ്നേഹം, ഇതെന്താ പോലും ഇങ്ങനെ. ആ സമയം മിത്ര മീനാക്ഷിയോട് ഒന്ന് പറഞ്ഞു, എന്തോ ഒരു ഊടായ്പുണ്ടല്ലോ ചേച്ചി, എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ സുകന്യേച്ചിക്ക്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യത്തില്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, എനിക്കും തോന്നുന്നുണ്ട്, എന്തോ ഒരു തന്ത്രമുള്ളവൾ തോന്നുന്നുണ്ട്. അമ്മയോട് പതിവിലും വിപരീതത്തിൽ കവിഞ്ഞ് സ്നേഹം കാണിക്കുന്നതാണ്ടോ. അത് ശരിയാ, അത് ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. പിന്നീട് കോമതിയോട് കഴിക്ക് ചേച്ചി, കുറച്ചുകൂടെ കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് വാരി ഊട്ടുന്ന പോലെ കോരി കോരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഗോമതി മതി എന്നൊക്കെ പറഞ്ഞാൽ സുകന്യ അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ പറഞ്ഞു, ഞാൻ പ്ലേറ്റ് കൊണ്ടേ വെക്കാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടേ വെച്ചാളാന്ന് ഗോമതി പറഞ്ഞു. അങ്ങനെ ഗോമതി ബാലം കഴിച്ച പ്ലേറ്റും എല്ലാം എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ അടുക്കളയിൽ പോയി പാത്രം കഴുകാൻ തുടങ്ങുന്ന സമയത്ത് സുകന്യ കൂടി ഇരുന്നു. ഗോമതിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കഴുകാന്ന് പറഞ്ഞു. നീയോ? അതേ, ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഈ വീട്ടിലെ അതിഥിയൊന്നും അല്ലല്ലോ, ഞാനും കൂടെ വേണ്ട ചെയ്യാനായിട്ട്. ഒന്നുമില്ലേലും ചേച്ചിയുടെ അനുജന്റെ ഭാര്യയല്ലേ ഞാൻ, അപ്പൊ പിന്നെ ചേച്ചിയുടെ ഒപ്പം ചേർന്ന് നിന്ന് ഞാനും കൂടെ വേണ്ട ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുകന്യ ഗോമതി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പാത്രം കഴുകുക. ആ സമയത്ത് മിത്ര അങ്ങോട്ട് വന്നു. ഈ കാഴ്ച കണ്ട് മിത്ര അമ്പരന്നു. കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകുന്ന ആളാണ് സുകന്യ. എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ. സുകന്യ പോയി ശ്രീദേവിയെയും മീനാക്ഷിയും മിത്ര പോയി ശ്രീദേവിയെയും മീനാക്ഷിയും വിളിച്ചുകൊണ്ട് വന്നു. ഇതെങ്ങ് നോക്ക്, ആ കാഴ്ച ഒന്ന് കാണാൻ പറയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരും ഒരു നിമിഷം ഒന്ന് അന്തം വിട്ടുപോയി. ഇതെന്ത് പറ്റി, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, അത് ശരിയാ, അതാ എനിക്കും മനസ്സിലാക്കാത്തേന്ന് പറഞ്ഞു. പിന്നീട് സുകന്യ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് സുകന്യ പറഞ്ഞു, പാവം ഗോമതി ചേച്ചി, ഈ വീട്ടിൽ എന്ത് കഷ്ടപ്പാടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, അതെന്താ സുകന്യ അങ്ങനെ പറഞ്ഞേ? അല്ല, ചേച്ചി എപ്പോൾ നോക്കിയാൽ അടുക്കള കിടന്ന് ജോലിയായിരിക്കും, ഞാനിന്ന് ചേച്ചിനെ കുറെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മൻ പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയാ, കാരണം ചേച്ചി ആരെയും നോക്കത്തില്ല, ചേച്ചിക്ക് പണി ചെയ്യാൻ പറ്റുന്ന സമയമാണ് ചേച്ചി തന്നെ ചെയ്യും. വയ്യാതെ വീണു പോയാൽ മാത്രമേ ചേച്ചി അവിടെ കിടക്കത്തുള്ളൂ. ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാ, ആരെയും കുറ്റപ്പെടുത്തത്തൊന്നുമില്ല, അത് ഇത് ചെയ്യുന്നെന്നും പറഞ്ഞ് നിർബന്ധിക്കത്തില്ല, മക്കളെ പോലെ തന്നെയാ കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അത് ശരിയാ, എന്തൊരു സ്നേഹമാണ് ഗോമതി ചേച്ചിക്ക് എന്നൊക്കെ ഗോമതിയെ പുകഴ്ത്തുവാണ്. ധർമ്മനടുത്ത്, ഇവൾക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹം, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നീട് സുകന്യ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ വന്നു പറഞ്ഞാലും ഞാൻ ഗോമതി ചേച്ചിനെ ഉപേക്ഷിച്ച് ഈ വീട്ടിൽ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. ധർമ്മൻ ചോദിച്ചു, അതെന്താ? അല്ല, ഒന്നുമല്ലേലും ചേച്ചിക്ക് ധർമ്മേണ്ണ അത്ര ഇഷ്ടമല്ലേ, അതുപോലെ തന്നെ ധർമ്മേണ്ണ ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവനല്ലേന്ന് ചോദിച്ചു. അതെ, അപ്പൊ പിന്നെ ഞാൻ എന്താണെങ്കിലും ചേച്ചിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പോകുന്നില്ല. എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്രമാത്രം വലുതാന്നുള്ള കാര്യം. അല്ല, ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പറയായിരുന്നല്ലോ, പക്ഷെ ഇനി ഞാൻ പറയില്ല ധർമ്മേട്ടാന്ന് പറഞ്ഞു. അതെന്താ? ഈ പറഞ്ഞ പോലെ ധർമ്മേട്ടൻ പറഞ്ഞ പോലെ എന്നെ ഇങ്ങോട്ടേക്കല്ല ധർമ്മേട്ടൻ കൂട്ടിക്കൊണ്ടു വന്നേ, അപ്പൊ ഇതല്ലേ എന്റെ വീട്, അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളെന്നൊക്കെ പറഞ്ഞു. ധർമ്മനൊന്നും മനസ്സിലായില്ല, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. എന്തോ ഒരു കള്ളത്തരമുണ്ടെന്നൊരു സംശയമൊക്കെ ധർമ്മന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സുകന്യക്ക് ഇത്ര പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. അതേ സമയത്ത് ബാലനോട് ഗോമതി പറഞ്ഞു, എന്താണെന്നറിയത്തില്ല ബാലേട്ടാ, സുകന്യക്ക് എന്നോട് ഈയിടെയായിട്ട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോന്ന് അറിയത്തില്ല. കള്ളത്തരോ? അതെ, എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അത് ശരിയാ, പെട്ടെന്ന് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ. ആ സമയം മീനാക്ഷിയും ഇത്രയ്ക്ക് ഒരു കാര്യം തീരുമാനിച്ചു, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. സുകന്യേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് അമ്മയോട് ഇത്ര സ്നേഹം കാണിക്കണമെന്ന് കണ്ടുപിടിക്കാൻ തന്നെ അവരും തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.